പ്രവാസികൾക്കായി നിർബന്ധിത സമ്പാദ്യ പദ്ധതി 2027 മുതൽ ഒമാനിൽ നടപ്പാക്കും. ഡിജിറ്റൽ സമ്പാദ്യ വ്യവസ്ഥയിൽ കുതിപ്പ്. ഒമാൻ വിഷൻ 2040 ലക്ഷ്യത്തോടെ മുന്നോട്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ കാംനയെ അഭിനന്ദിച്ച് സുൽത്താൻ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. പ്രവാസി തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർബന്ധിത സമ്പാദ്യ പദ്ധതിയുമായി ഒമാൻ 2027 മുതൽ പ്രവാസികൾക്കായി പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് സാമൂഹിക സുരക്ഷാ ഫണ്ട് അധികൃതർ അറിയിച്ചു. സോഷ്യൽ പ്രൊട്ടക്ഷൻ അഫയേഴ്സ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഷബീബ് അൽ ബുസൈദിയാണ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചത്. പുതിയ സംവിധാനം അനുസരിച്ച് പ്രവാസി ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ 9% തുക സമ്പാദ്യ പദ്ധതിയിലേക്ക് മാറ്റും. സേവന കാലാവധി അവസാനിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ഉറപ്പുള്ള സാമ്പത്തിക കരുതൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നിലവിലുള്ള സർവീസ് ആനുകൂല്യങ്ങൾക്ക് പകരമായോ അതിന് അനുബന്ധമായോ പ്രവർത്തിക്കുന്ന കൂടുതൽ സുതാര്യമായ സംവിധാനമായിരിക്കും ഇത്. ഇതിനൊപ്പം തന്നെ സിക്ക് ലീവ് ഇൻഷുറൻസും ഈ വർഷം ആരംഭിക്കും. രോഗബാധിതരായി ജോലിക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വരുമാന സംരക്ഷണം ഉറപ്പാക്കാനാണ് പദ്ധതി. ശമ്പളത്തിന്റെ 1% ഇതിനായി വിഹിതമായി നൽകണം. കൂടാതെ 2028 തൊഴിൽ പരിരക്ഷ ഇൻഷുറൻസ് നടപ്പാക്കും. ജോലിസ്ഥല അപകടങ്ങളിൽ പരിക്കേറ്റാൽ 3000 റിയാൽ വരെ നഷ്ടപരിഹാരം ലഭിക്കുന്ന സംവിധാനമാണ് ഇത്. തൊഴിലാളികളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുകയും തൊഴിൽ വിപണിയെ ശക്തമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ പരിഷ്കാരങ്ങൾ. ദേശീയ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥാ പദ്ധതിയുടെ ഭാഗമായി ഒമാൻ വൻ മുന്നേറ്റം കൈവരിച്ചെന്ന് റിപ്പോർട്ട്. 2023 രാജ്യത്തിന്റെ GDP-യിലേക്ക് 800 ദശലക്ഷം റിയാൽ സംഭാവന ചെയ്യാൻ ഡിജിറ്റൽ മേഖലയ്ക്ക് കഴിഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ ഹാർവെസ്റ്റ് ഓഫ് ദി ഡിജിറ്റൽ ഇക്കോണമി റിപ്പോർട്ടിലാണ് വിവരങ്ങൾ. 2040 GDP-യിലെ ഡിജിറ്റൽ മേഖലയിലെ വിഹിതം 10% ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സർക്കാർ സേവനങ്ങളിൽ 94% കാര്യക്ഷമത കൈവരിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 3166 സേവനങ്ങൾ ലളിതമാക്കിയതോടൊപ്പം 2277 സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലും 79 ദശലക്ഷം റിയാൽ നിക്ഷേപം നടന്നു. ഒമാന്റെ സ്വന്തം ലാംഗ്വേജ് മോഡലായ മുഈൻ AI സ്റ്റുഡിയോ തുടങ്ങിയ പദ്ധതികളും പുരോഗമിക്കുന്നു. ദുഃഖം സ്പേസ് പോർട്ടിൽ നിന്ന് പരീക്ഷണ റോക്കറ്റ് വിക്ഷേപണവും സ്വന്തം സാറ്റലൈറ്റ് നിർമ്മാണവും വഴി ബഹിരാകാശ രംഗത്തും ഒമാന്റെ സാന്നിധ്യം അറിയിച്ചു. ഡിജിറ്റൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മക്കിൻ പദ്ധതിയിലൂടെ 11,000-ലധികം ഒമാനി പ്രൊഫഷണലുകൾക്ക് പരിശീലനം നൽകി. കഴിഞ്ഞ വർഷം ഇ കൊമേഴ്സ് ഇടപാടുകൾ 288 ദശലക്ഷം റിയാലിലെത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത ആയത്തുള്ള മുസ്തഫ കാംനയെ അഭിനന്ദിച്ച് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഇറാനിലെ വിദഗ്ധ സമിതി മുസ്തഫ കാംനയെ രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സുൽത്താന്റെ അഭിനന്ദന സന്ദേശം. നേതൃ ചുമതലകൾ ഏറ്റെടുക്കുന്ന അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നതായി സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ സുപ്രീം നേതാവ് അലി ഖാംനെയുടെ പിൻഗാമിയായാണ് മുസ്തഫ കാംനെയി സ്ഥാനമേറ്റെടുത്തത്. ഇറാഖി കുർദിസ്ഥാനിലെ UAE കോൺസുലേറ്റ് ജനറലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഒമാൻ. നയതന്ത്ര കാര്യാലയങ്ങൾക്കും അവയുടെ പരിസരങ്ങൾക്കും സംരക്ഷണം ഉറപ്പു നൽകുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നയതന്ത്ര മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ് ഈ ആക്രമണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UAE-യോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒമാൻ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.